റുപ്പിമങ്ങിൻ്റെ പേഴ്സണൽ ഫിനാൻസ് റിവീലിംഗ് സീരീസിൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എൻ്റെ റിട്ടയർമെൻറ്റ് പ്ലാനിങ് ഞാൻ എങ്ങനെ ചെയ്യുന്നു, അതിൽ ഞാൻ എന്തൊക്കെ തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടം വരെ എത്തി, ഞാൻ എത്രമാത്രം ഫണ്ടാണ് എൻ്റെ റിട്ടയർമെൻറ്റിന് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് പ്ലാനിങ് ഇതുവരെ തുടങ്ങാത്തവർക്ക് തുടങ്ങാനുള്ളൊരു പ്രചോദനമാവും എന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ തുടങ്ങിയിട്ടുള്ള ആളുകൾ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള പ്ലാനിങ്ങോട് കൂടിയാണോ പോകുന്നത് എന്ന് സ്വയമായിട്ടൊന്ന് വിവേചിച്ചറിയാനും കൂടെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുമെന്ന് കരുതുന്നു. നിങ്ങൾക്കറിയാവുന്ന പോലെ പേഴ്സണൽ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പേഴ്സണലായിട്ടുള്ളതാണ്. അതായത് ഞാൻ ഫോളോ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ ശരിയാവണമെന്നില്ല. എങ്കിലും മാക്സിമം ആളുകൾക്ക് അപ്ലിക്കബിൾ ആവുന്ന ടിപ്പുകൾ കുറേയൊക്കെ കവർ ചെയ്യാൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അതിലും കൂടുതൽ ടിപ്പുകൾ വേണ്ട ആളുകൾ, ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് എൻ്റെ അടുത്ത് നിന്ന് വേണ്ട ആളുകൾ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. റിട്ടയർമെൻറ്റ് മാത്രമല്ല, നിങ്ങളുടെ മറ്റുള്ള ഗോളുകൾ, ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസമാവട്ടെ, കുട്ടികളുടെ വിവാഹമാവട്ടെ, വീട് വാങ്ങേണ്ടതാവട്ടെ, ലോണിൻ്റെ കാര്യങ്ങൾ കുറയ്ക്കുന്നതാവട്ടെ, കടങ്ങൾ കുറയ്ക്കുന്നതാവട്ടെ, അതെല്ലാം നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ പരിഗണിച്ച് അവരുടെ ഫിനാൻഷ്യൽ അവസ്ഥയ്ക്ക് അനുസരിച്ച് എന്ത് ചെയ്യണമെന്ന് നമ്മൾ ക്ലിയറായിട്ട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അത് ഇതുവരെയും ഒരു 5000-ഓളം ആളുകൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള റെസ്പോൺസാണ് എനിക്ക് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഹെൽപ്ഫുൾ ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റിലേക്ക് പോവാം. എൻ്റെ റിട്ടയർമെൻറ്റ് പ്ലാനിങ് ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്നാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഞാൻ റിട്ടയർ ആവാൻ ഉദ്ദേശിക്കുന്നത് 2029-ലാണ്. ഞാൻ ജോലി തുടങ്ങിയത് 2000 ആണ്ടിലാണ്. 2000 ജൂലൈ 10 എനിക്ക് ജോലി കിട്ടിയത്. അപ്പോൾ 2029 എന്ന് പറയുമ്പോൾ 29 വർഷത്തെ ഒരു സർവീസ് അത്രയും മതി എന്നാണ് കരുതുന്നത്. അതിന് ശേഷം ആ ഒരു സമയത്തെ കാര്യങ്ങളനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് കരുതുന്നു. അപ്പോൾ 2029 ജോലി അവസാനിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം പേഴ്സണലി ഉണ്ട്. ആ ഒരു സമയത്ത് എനിക്ക് ഈ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിന് വേണ്ടി മാത്രം ഒരു 4 കോടി രൂപ കയ്യിൽ വേണ്ടി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ 4 കോടി രൂപ ഉപയോഗിച്ചായിരിക്കും എൻ്റെ തുടർന്നുള്ള മാസ ചെലവുകൾ നടക്കാനായിട്ട് പോകുന്നത്. അതായത് ഈ 4 കോടി രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഓൺ ആൻ ആവറേജ് ഒരു 1.5 ലക്ഷം രൂപയൊക്കെ ഒരു മാസം ചിലവായിട്ട് എനിക്ക് എടുക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഈ 1.5 ലക്ഷത്തിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു മാസത്തെ ചിലവ് 80,000 രൂപയാണ് വരുന്നത്. അപ്പോൾ ഈ 80,000 രൂപ അടുത്തൊരു 5 വർഷം കൊണ്ട് ഒരു 1.5 ലക്ഷം രൂപ മാസച്ചെലവ് എന്നുള്ള രീതിയിലേക്ക് വളരാനുള്ള സാധ്യതയുണ്ടെന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ 1.5 ലക്ഷം മാസം വേണമെന്നും ആ 1.5 ലക്ഷം കിട്ടുന്നതിനായിട്ട് 4 കോടി രൂപ നമ്മുടെ കയ്യിലുണ്ടാവണം എന്നുള്ളൊരു കാൽക്കുലേഷനിലേക്ക് എത്തിയത്. അപ്പോൾ 2029 4 കോടി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 1.5 ലക്ഷം രൂപ മന്ത്ലി എടുക്കാം. ഈ 1.5 ലക്ഷത്തിലെത്താനുള്ള കാരണം എനിക്കിപ്പോൾ 80,000 രൂപയോളം മാസച്ചെലവുണ്ട്. അത് 1.5 ലക്ഷമായിട്ട് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് പണപ്പെരുപ്പം കൊണ്ട് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ ഗോൾ വളരെ ക്ലിയർ ആണ് അല്ലേ. ഇനി ഇതുപോലെ വേണം നിങ്ങൾ നിങ്ങളുടെ ഗോളുകളും ക്ലിയർ ആക്കാൻ. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 2032 റിട്ടയർ ആവാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ 1 ലക്ഷം രൂപ ചിലവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ എന്നുള്ള ഒരു മന്ത്ലി എക്സ്പെൻസ് ടാർഗറ്റിലേക്ക് പോകേണ്ടി വരും. ഈ 2 ലക്ഷം രൂപ മാസം ചിലവ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5-5.5 കോടി രൂപയെങ്കിലും നിങ്ങൾക്ക് ഈ റിട്ടയർമെൻറ്റ് കോർപ്പസിൽ വേണ്ടി വരും. ആ ഒരു രീതിയിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട്. ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അത്ര ഗ്രാഹ്യമില്ല. അതല്ല, അതിനൊരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി ഞാൻ എൻ്റെ ഈ റിട്ടയർമെൻറ്റ് കോർപ്പസ് അച്ചീവ് ചെയ്യുന്നതിനായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു ഹൈ ലെവലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ 4 കോടി കോർപ്പസിലേക്ക് എത്തുന്ന സമയത്ത് അതിലെ 80 ലക്ഷം രൂപ എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള നിക്ഷേപമായിരിക്കും. അതായത് 20% എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിലെ നിക്ഷേപമായിരിക്കും. അതുപോലെ ഇപ്പോൾ ഞാൻ SIP ചെയ്തുകൊണ്ടിരിക്കുന്ന ഫണ്ടുകളിൽ ഒരു 40% ആ ഫണ്ടുകളിലെ കോർപ്പസ് ആയിരിക്കും. അതായത് 1,60,00,000 രൂപ ഞാനിപ്പോൾ മ്യൂച്വൽ ഫണ്ട് SIP ചെയ്തു വരുന്ന ആ ഫണ്ടുകളിൽ നമുക്ക് നിക്ഷേപം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അടുത്ത ഒരു 20% അല്ലെങ്കിൽ അടുത്തൊരു 80 ലക്ഷം രൂപ എൻ്റെ പഴയ മ്യൂച്വൽ ഫണ്ടുകൾ, നമ്മൾ ആക്റ്റീവ് അല്ലാതെ പഴയ സമയങ്ങളിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ച് അത് സൈഡ് ലൈൻ ചെയ്ത് വെച്ചിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ ഏകദേശം 80 ലക്ഷം രൂപ അല്ലെങ്കിൽ മറ്റൊരു 20% ഉണ്ടാവും. അപ്പോൾ 20% സ്റ്റോക്കിൽ
20% പഴയ മ്യൂച്വൽ ഫണ്ടുകളിൽ, 40% പുതിയ അല്ലെങ്കിൽ ഇപ്പോൾ ആക്റ്റീവായിട്ട് നമ്മൾ SIP ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ. അപ്പോൾ 80% ആയിട്ടുള്ളൂ. അപ്പോൾ ഈ 80% എന്ന് പറയുന്നത് ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. സ്റ്റോക്ക്, മ്യൂച്വൽ ഫണ്ട്, ആ കാര്യങ്ങളൊക്കെ ഇക്വിറ്റി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു ലോങ്ങർ ഡ്യൂറേഷനിലുള്ള ഗോളാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഉയർന്ന തുക ഈ ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിലോ സ്റ്റോക്കുകളിലൊക്കെ നിക്ഷേപിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് മാത്രം പോരാട്ടോ, ഈ എല്ലാ ഗോളിൻ്റെ ഒപ്പവും അടുത്ത ഒരു 20%, ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഗോളിൻ്റെ ഒപ്പം ബാക്കിയുള്ള 20% സേഫ് ആയിട്ടുള്ള അസറ്റുകളിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന അത്യാവശ്യം നല്ലൊരു കമ്പനിയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് അവർ EPF എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എല്ലാ മാസവും EPF കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു എമൗണ്ട് ഗ്രോ ചെയ്ത് ഒരു 40 ലക്ഷം രൂപയൊക്കെ ആക്കി മാറ്റുന്നതിന് ഉള്ളൊരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പോൾ എൻ്റെ EPF കോൺട്രിബ്യൂഷൻ ഒരു 40 ലക്ഷം രൂപ ആ ഒരു സമയത്ത് പലിശയെല്ലാം അടക്കം ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് എൻ്റെ റിട്ടയർമെൻറ്റ് കോർപ്പസിൻ്റെ 10% എൻ്റെ എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് വരും. ബാക്കിയുള്ളൊരു 10% ഉണ്ടല്ലോ, അത് ഞാൻ നല്ല ക്വാളിറ്റിയുള്ള ബോണ്ടുകളിലും കടപ്പത്രങ്ങളിലും നിക്ഷേപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായി കാണും അല്ലേ. അപ്പോൾ ഇതിൽ 80% ഇക്വിറ്റിയും 20% ഡെറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഏതൊക്കെ ഫണ്ടുകളിൽ അല്ലെങ്കിൽ ഏതൊക്കെ ബോണ്ടുകളിൽ ഏതൊക്കെ തരത്തിലാണ് നിക്ഷേപിക്കുന്നതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കും അല്ലേ. എൻ്റെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ എൻ്റെ പല വീഡിയോകൾ വഴി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒരു 19ഓളം സ്റ്റോക്കുകളിലാണ് ഇപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ആ 19ഓളം സ്റ്റോക്ക് പോർട്ട്ഫോളിയോയുടെ ഒരു പോർഷനാണ് ഞാനിപ്പോൾ ഈ പറയുന്ന 80 ലക്ഷം ടാർഗറ്റിലേക്ക് ഞാൻ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം സ്റ്റോക്കുകളെ പറ്റിയുള്ള ഇൻഫർമേഷൻ നമ്മുടെ സ്റ്റോക്കിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഇനി അതെല്ലാം ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഡയറക്ഷൻ നമുക്ക് തരാനായിട്ട് സാധിക്കും. അപ്പോൾ സ്റ്റോക്കുകളിൽ ഏകദേശം ഒരു 19 സ്റ്റോക്കുകളോളം നമ്മൾ നിക്ഷേപിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പോർഷനാണ് ഞാൻ ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഈ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിന് വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇനി മ്യൂച്വൽ ഫണ്ടിൽ SIP ചെയ്യുന്നത് പരാഗ് പരീഖിൻ്റെ ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ട്, 2 SBIയുടെ സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫണ്ട്, മൂന്നാമതായിട്ട് ICICIയുടെ നിഫ്റ്റി 50 ഫണ്ടും ICICIയുടെ നെക്സ്റ്റ് നിഫ്റ്റി 50 ഫണ്ടും. അതായത് അങ്ങനെ പ്രധാനമായിട്ടും 4 ഫണ്ടുകളിലാണ് നിക്ഷേപിക്കുന്നത്. പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ്, SBI സ്മോൾ ക്യാപ്പ്, ICICI നിഫ്റ്റി 50, ICICI നിഫ്റ്റി നെക്സ്റ്റ് 50, അങ്ങനെ 4 ഫണ്ടുകളിലായിട്ട് ആണ് നമ്മൾ SIP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മളുടെ പഴയ ഫാമിലി പോർട്ട്ഫോളിയോയിലുള്ള പഴയ ചില ഫണ്ടുകൾ നമ്മളിപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ DSP ഇക്യുവേറ്റ് ഇൻഡെക്സ് ഫണ്ട്, അതുപോലെ ആക്സിസ് ലോങ് ടേം അഡ്വാൻറ്റേജ് ഫണ്ട് അല്ലെങ്കിൽ ആക്സിസ് ELSS ഫണ്ട്, ABSL ആദിത്യ ബിർള ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്, ഫ്രാങ്ക്ലിൻ ഫോക്കസ്ഡ് ഇക്വിറ്റി ഫണ്ട്. ഈ 4 ഫണ്ടുകൾ നമ്മൾ മുൻപ് നമ്മുടെ ഫാമിലി പോർട്ട്ഫോളിയോയിലുള്ള ഫണ്ടുകളാണ്. അത് ഇപ്പോൾ തൽക്കാലം നമ്മളുടെ ഓൾഡ് പോർട്ട്ഫോളിയോയുടെ പാർട്ടായിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റോക്കുകൾ ഏതാണെന്ന് മനസ്സിലായി, മ്യൂച്വൽ ഫണ്ടുകൾ ഏതാണെന്ന് മനസ്സിലായി, SIP ചെയ്യുന്നത് ഏതിലാണെന്ന് മനസ്സിലായി. ഇനി EPFൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ മാക്സിമം എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബോണ്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മളുടെ വീഡിയോ ശ്രദ്ധിച്ച് കാണുന്നവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ UP പവർ കോർപ്പറേഷൻ്റെ ബോണ്ടുകൾ, അതുപോലെ മുത്തൂറ്റ് ഫിനാൻസിൻ്റെ കുറച്ച് ബോണ്ടുകൾ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ ഈ പ്രതിപാദിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളോ സ്റ്റോക്കുകളോ അല്ലെങ്കിൽ ബോണ്ടുകളോ ഒന്നും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻ അല്ല. ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ പല സമയങ്ങളിലായിട്ട് നിക്ഷേപിച്ചിട്ടുള്ള ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് സംസാരിച്ച് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാനായിട്ട് പാടുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡയറക്ഷൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അപ്പോൾ നിങ്ങൾ എൻ്റെ റിട്ടയർമെൻറ്റ് കോർപ്പസ് എത്രയാണ്, എന്നാണ് അത് വരുന്നത്, എങ്ങനെയാണ് അത് ഞാൻ ഉണ്ടാക്കുന്നത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ ഇത് മനസ്സിലാക്കിയത് മാത്രം എനിക്കും ഇതിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. ഞാൻ വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ ഇതിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നുള്ളൂ എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 10ഓളം റൂളുകൾ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ റൂളുകൾ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കും ഏതൊരു ലോങ് ടേം ഗോളിലേക്കും, നിങ്ങളുടെ റിട്ടയർമെൻറ്റ് അടക്കമുള്ള ഏതെങ്കിലും ലോങ് ടേം ഗോളിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ.
ഞാൻ എപ്പോഴും സ്റ്റോക്കുകൾ ഒറ്റയടിക്ക് ബൈ ചെയ്യാറില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ എപ്പോഴും ചെറിയ ക്വാണ്ടിറ്റികളായിട്ട് പല സമയങ്ങളിലായിട്ടാണ് ബൈ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളിലും ഒറ്റയടിക്ക് വലിയ എമൗണ്ട് ഒരിക്കലും ബൈ ചെയ്യാറില്ല. ഇപ്പോൾ ഒരു ലക്ഷം രൂപ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഒരു വർഷം കൊണ്ട് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 3-4 തവണകളായിട്ട് ആ മ്യൂച്വൽ ഫണ്ടുകളിലോ സ്റ്റോക്കിലോ ഒക്കെ ഇടാറേ പതിവുള്ളൂ. പിന്നെ SIP സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ യാതൊരുവിധ മുടക്കം വരുത്തില്ല എന്നതാണ് അടുത്തൊരു കാര്യം. അതായത് മ്യൂച്വൽ ഫണ്ടുകളിലെ നിക്ഷേപം എപ്പോഴും ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് കരുതുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് 10-20 വർഷത്തിലേറെയായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ SIP കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം എൻ്റെ പേരിലല്ല എന്നുള്ളതാണ്. അതായത് റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി, നമ്മളുടെ ഫാമിലിയെ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ പലരുടെ പേരിലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്, പലരുടെ പേരിലുള്ള ഇൻകങ്ങൾ ആ രീതിയിൽ ചാനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കുറേ ഫാദർ, കുറേ മദറിൻ്റെ പേരിൽ, കുറേ വൈഫിൻ്റെ പേരിൽ, കുറേ എൻ്റെ പേരിൽ, അങ്ങനെയായിട്ടുള്ളൊരു ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ ഇൻകവും കൃത്യമായിട്ട് അവരവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടാക്സ് കൊടുക്കുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും. അത്തരമൊരു രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ടാക്സ് കൊടുക്കേണ്ട ഒരു അവസ്ഥ താരതമ്യേന കുറയ്ക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാ പൈസയും ഞാൻ എല്ലാവരുടെ അടുത്തുനിന്നും കളക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു വലിയൊരു എക്സ്പെൻസ് വരുത്തുകയാണ് വലിയൊരു കോർപ്പസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? എല്ലാത്തിൻ്റെയും ടാക്സ് ഞാൻ പേഴ്സണലി കൊടുക്കേണ്ടി വരും. അതേസമയം തന്നെ 4 പേരുടെ ഡിഫറെൻറ്റ് ഓരോരുത്തരും അവരവരുടെ ഇൻകങ്ങൾ അവരവരുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ബെനിഫിറ്റുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതേത് ആളുകൾക്ക് മാത്രമേ അതിന് ടാക്സ് വരുള്ളൂ. നമ്മൾക്ക് വരുന്ന ഇൻകം കുറയുന്നതിനനുസരിച്ച് നമ്മൾ ടാക്സ് കുറയാനുമുള്ള സാധ്യതയുണ്ട്. ആ ഒരു ഫിലോസഫി ഫോളോ ചെയ്തുകൊണ്ടാണ് പലരുടെ പേരിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയാറുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SIP എപ്പോഴും കണ്ടിന്യൂ ചെയ്യുക. മാർക്കറ്റിൽ ഓരോ ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് സ്റ്റോക്കുകളിലായാലും മ്യൂച്വൽ ഫണ്ടുകളിലായാലും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇക്വിറ്റി ഫണ്ടുകളും ഇക്വിറ്റി സ്റ്റോക്കുകളും ഒക്കെ വളരെ റിസ്കി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും സേഫായിട്ടുള്ള കാര്യങ്ങളിൽ വേണം ഡെറ്റ് പാർട്ടിൽ നമ്മൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ബോണ്ടുകളോ കടപ്പത്രങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള സേവിങ് സ്കീമുകളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് പൈസ നഷ്ടം വരും എന്ന് വരാത്ത അല്ലെങ്കിൽ വരാൻ സാധ്യതയില്ലാത്ത ഇൻസ്ട്രുമെൻറ്റുകളിൽ വേണം ചെയ്യാനായിട്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബോണ്ടുകൾ വാങ്ങുമ്പോൾ എപ്പോഴും പരമാവധി AA, AAA കാറ്റഗറിയിലുള്ള ബോണ്ടുകൾ മാത്രമേ വാങ്ങാറുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ സോവറിൻ ഗ്യാരണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് എന്നുള്ളത് ഉറപ്പുവരുത്താറുണ്ട്. അടുത്തൊരു കാര്യം ഞാൻ ചെയ്യാറുള്ള എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഗോളുകൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അതായത് 2029 4 കോടി രൂപ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ സമയത്ത് 4 കോടി ആവും എന്ന് പ്രതീക്ഷിച്ചിരുന്നാൽ നടക്കണമെന്നില്ല. അപ്പം നമ്മൾ ചിലപ്പോൾ ചില ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൂട്ടേണ്ടി വരും, ചിലത് കുറയ്ക്കേണ്ടി വരും, ചിലത് മാറ്റേണ്ടി വരും, ചിലത് ഒഴിവാക്കേണ്ടി വരും. ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് അത് ട്രാക്ക് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും ഒരു 6 മാസം കൂടുമ്പോഴോ ഒരു വർഷം കൂടുമ്പോഴോ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മളുടെ ഗോളിനനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് ചെയ്യണം. അപ്പോൾ റിവ്യൂ ചെയ്യണം. ഈ റിവ്യൂ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആസ്ക് റുബി ബാങ്ക് സർവീസിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എപ്പോഴും നമ്മൾ ഫണ്ടുകളുടെയും സ്റ്റോക്കുകളുടെയൊക്കെ പെർഫോമൻസും അവരുടെ റിസൾട്ട്സും കാര്യങ്ങളും എല്ലാം നമ്മൾ റിവ്യൂ ചെയ്യാറുണ്ട്. ആ റിവ്യൂ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള സ്വിച്ചിങ്, ആവശ്യമില്ലാത്ത ഫണ്ടുകൾ ഒഴിവാക്കി ആവശ്യമുള്ള പുതിയ ഫണ്ടുകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ആക്സിസിൻ്റെ ELSS ഫണ്ട് ഈയിടെയായിട്ട് താരതമ്യേന മോശം പെർഫോമൻസ് ഉള്ള ഒരു ഫണ്ടാണ്. അത് ചിലപ്പോൾ ഞാൻ ഈ ഫിനാൻഷ്യൽ ഇയറിൽ മറ്റൊരു ഫണ്ടിലേക്ക് മാറ്റിയേക്കാം. ആദ്യമേ പറയട്ടെ, ഇതൊരു റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ഓരോ 6 മാസം കൂടുമ്പോഴും ചെക്ക് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്താറുണ്ട്. പിന്നെ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ എൻ്റെ ഒരു ഗോളും എൻ്റെ അതിനുള്ള അപ്രോച്ചും എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഫോളോ ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് എപ്പോഴും അപ്ലിക്കബിൾ ആവണമെന്നില്ല, പക്ഷേ ഒരു ജനറൽ ഗൈഡ് ലൈൻ കിട്ടുന്നതിനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിച്ചിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് അടക്കമുള്ള ഗോളുകൾ അച്ചീവ് ചെയ്യാനുള്ളതിന് ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് എടുക്കാനായിട്ട് സാധിക്കും. കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.